ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ടുള്ള ആദ്യ IPL സീസണിൽ തന്നെ മിന്നുന്ന പ്രകടനം തന്നെയാണ് കേട്ടോ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ടീമിൻ്റെ ടോപ്പ് സ്കോററായിട്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് കേട്ടോ. അതിനകം ജയിച്ച 2 മത്സരങ്ങളിലും നിർണായക ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സഞ്ജു സാംസന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, വിക്കറ്റിന് പിന്നിലേക്ക് വരുന്ന സമയത്ത് ബോളർമാർക്ക് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് ഫീൽഡിൻ്റെ ക്രമീകരണങ്ങൾ ായിട്ട് അദ്ദേഹത്തിന് മെയിനായിട്ടുള്ളൊരു പങ്ക് അവിടെ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സൺറൈസേഴ്സുമായിട്ടുള്ള കളിയിലെടുത്ത് നോക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു റിവ്യൂ തന്നെയാണ് എല്ലാത്തിനും ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആരും തന്നെ റിവ്യൂ ചെയ്യാതെയും അല്ലെങ്കിൽ വിക്കറ്റ് അപ്പീൽ ചെയ്യാതെയും നിന്ന സമയത്ത് അദ്ദേഹം ഡയറക്റ്റ് റിവ്യൂ അപ്പീൽ കൊടുക്കുമായിരുന്നു കേട്ടോ. ആ അപ്പീലാണെങ്കിൽ റിവ്യൂ നടത്തി വരുന്ന സമയത്ത് അഭിഷേക് ശർമ്മ പുറത്താവുകയും ചെയ്തു. ഇന്നലത്തെ കളിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഘട്ടത്തിൽ അഭിഷേക് ശർമ്മ പുറത്തായില്ല എന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ തോൽവി അതികഠിനമായിരിക്കും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഫോമിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അയാളുടെ വിക്കറ്റ് പോകുന്നത്. അതോടുകൂടിയിട്ട് തന്നെ സൺറൈസേഴ്സിൻ്റെ സ്കോറിംഗ് റൺ റേറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയുടെ വിജയത്തിൽ പ്രധാന പങ്ക് സഞ്ജുവിന് ഉണ്ട് എന്ന് തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ സഞ്ജുവിനെ CSKയുടെ നായക സ്ഥാനത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പ്രവചനവുമായി വന്നിരിക്കുകയാണ് കേട്ടോ മുൻ CSK പ്ലെയർ കൂടിയായിരിക്കുന്ന രവിചന്ദ്രൻ അശ്വിൻ. അതുമാത്രമല്ല, ഈ ഒരു ചർച്ച മുൻപ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഋതുരാജ് ഗൈക്വാഡ് വളരെ മോശമായിട്ടുള്ള പ്രകടനത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഓപ്പണിംഗ് സ്പോട്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ടീമിൻ്റെ ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ളൊരു സാഹചര്യം. കാരണം അദ്ദേഹം ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് ഇതുവരെയും നല്ല രീതിയിലുള്ളൊരു ബാറ്റിംഗ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, അദ്ദേഹം കളിക്കുന്നത് വളരെ മോശം റൺ റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് കളിക്കുന്നത് പോലെയാണ് ഇപ്പോഴും അദ്ദേഹം T20യുടെ പവർ പ്ലേ ഓവേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ടീമിന് ഇത്രയും മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൊണ്ട് നിർത്താനും കാരണം. അതുകൊണ്ട് ഈ ഒരു ക്യാപ്റ്റൻസി അദ്ദേഹത്തിൽ നിന്നും മാറ്റിയിട്ട് അദ്ദേഹത്തിന് ടീമിൽ നിന്ന് ഇൻപ്ലേസ് ചെയ്യണം എന്നുള്ള ചർച്ചകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാപ്റ്റൻസി ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് സഞ്ജുവും പിന്നെ തുടർന്ന് ടീമിലേക്ക് ഒരു നല്ലൊരു പ്ലെയറിനെയും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫോമൗട്ടിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ബെറ്ററായിട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസൺ വരെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു സഞ്ജുവിന് ചെന്നൈയിലേക്കുള്ള വിളി വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ക്യാപ്റ്റനായിട്ടുള്ള ആ ഒരു പരിചയം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ചാൻസ് കൊടുക്കാനും സാധ്യത കേട്ടോ.